നിത്യജീവിതത്തിൽ ഏറ്റവും അനിവാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുടിവെള്ളം എന്ന് തന്നെ നമ്മൾ പറയും. പക്ഷേ അഴുക്ക് വെള്ളത്തിൽ ജീവിതം തള്ളി നീക്കേണ്ട ഗതികേടിലാണ് ആലപ്പുഴ കാട്ടൂരിലെ നാട്ടുകാർ. പ്രദേശത്തെ ശുദ്ധജലക്ഷാമം പല തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ശുദ്ധജലക്ഷാമം രൂക്ഷമായതോടെ കഴിഞ്ഞ ദിവസം കാലിക്കുടങ്ങളുമായി നാട്ടുകാർ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ഇതാണ് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് കാട്ടൂർ മേഖലയിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട വെള്ളം. നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളമില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ താറു പരുവത്തിലുള്ള വെള്ളം ഈ വീടുകളിലൊക്കെ തന്നെ എത്തുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ കിണറുകളിൽ നിന്നൊക്കെ ആയിരുന്നു വെള്ളം. പക്ഷെ ഇവിടുത്തെ വെള്ളമൊക്കെ വളരെ മോശമായി. ഈ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന തടുക്ക് കമ്പനികളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഞങ്ങളുടെ കുടിവെള്ളമൊക്കെ വളരെ മോശമായ സാഹചര്യത്തിൽ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉന്നത അധികാരികളുടെ അടുത്തു നിന്നോ പൈപ്പ് കണക്ഷൻ വഴി ഞങ്ങൾക്ക് മറ്റുള്ള തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ ജപ്പാൻ കുടിവെള്ള പദ്ധതി വഴി നല്ല രീതിയിൽ വെള്ളം ലഭ്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അത്തരത്തിൽ പൈപ്പ് കണക്ഷൻ പോലും കൃത്യമായിട്ട് എല്ലാ വീടുകളിലേക്കും എത്തിയിട്ടില്ല. ഞങ്ങൾ ഈ വെള്ളത്തിൽ ഉപയോഗിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ പല്ലും അസ്ഥിരോഗങ്ങളും അതുപോലെ മാരകമായ രോഗങ്ങൾക്ക് ഞങ്ങൾ അടിപ്പെടുകയാണ്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലാണ് ഈ ഒരു അവസ്ഥ. മുഴുവൻ വാർഡുകളിലുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന 3-ാം വാർഡിൽ കുടുംബങ്ങളുണ്ടാവും ഏകദേശം ഈ പ്രതിസന്ധി. ഏകദേശം ഒരു 1000-ന് മുകളിൽ കുടുംബങ്ങളിൽ പൈപ്പ് കണക്ഷൻ പോലും എത്തിയിട്ടില്ല. മുഴുവൻ കുടുംബങ്ങളിലും വളരെ തുച്ഛമായ വാട്ടർ ടാങ്കിന്റെ പരിസരത്തുള്ള വളരെ തുച്ഛമായ വീടുകളിൽ മാത്രമേ കുടിവെള്ളം കിട്ടുന്നുള്ളൂ. ഞാനും ഭർത്താവും വയ്യാത്തവരാണ്. ഭർത്താവ് അമ്പലക്കിണറ്റിൽ നിന്ന് പോയി എടുത്തോണ്ട് വരുന്നു. ഞങ്ങളുടെ മുക്കിനൊരു പൈപ്പ് ഉണ്ടായിരുന്നു. അത് പിന്നെ അത് കട്ടാക്കി. ഇപ്പോൾ ഒരു 20 ലിറ്ററിന്റെ വെള്ളം ക്യാൻ 20 രൂപ കൊടുത്താണ് വാങ്ങിക്കുന്നത്. അങ്ങനെ 100 രൂപയിലധികം രൂപ ഓരോ വീട്ടിൽ നിന്നും ദിനം പ്രതി ചെലവാകുന്നുണ്ട് ഈ കുടിവെള്ളത്തിനായിട്ട്. അത് വളരെ കഷ്ടപ്പെട്ടാണ്. ഈ വാട്ടർ പ്യൂരിഫയർ ഒന്നും നമുക്ക് വർക്കാവത്തില്ല. കാരണം ഈ വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്യാൻ കൂടി ഒരു പ്യൂരിഫയറിനും പറ്റുന്നില്ല. അതുമൊക്കെ കേടായിപ്പോയി. നമ്മൾ റോഡേ കൂടെ വണ്ടിയെ വരുന്ന വെള്ളം വാങ്ങിച്ചാൽ ഉപയോഗിക്കും. നമ്മുടെ വീടുകളിലെ വെള്ളം എല്ലാം മോശമായ വെള്ളം. അത് കുടിച്ചാൽ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വരുന്നവരെ ചിലപ്പോൾ നോക്കിയിരുന്ന് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. ഒരാളുടെയോ ഒരു നാടിന്റെയോ മാത്രമല്ല 1000-ലധികം കുടുംബങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കുടിവെള്ളം എന്നുള്ളത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. ആ രീതിയിൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സിൽകുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്. റിപ്പോർട്ടർ ആലപ്പുഴ. ഇനി വേനൽക്കാലം കൂടി വരുമ്പോൾ ദുരിതം ഇരട്ടിയാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അധികാരികളുടെ അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് ശരത്ത് ചൂണ്ടിക്കാണിച്ചത്. നമുക്ക്